അങ്ങനെയാണെങ്കിൽ എക്സാമിനേഷൻ ഹാളിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടാവും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം, എക്സാമിനേഷൻ ഹാളിൽ ഇൻവിജിലേറ്റേഴ്സിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ എല്ലാ വർഷവും കേൾക്കാറുണ്ട്. എല്ലാ വർഷവും NDAയുടെ ഈ എക്സാം നടത്തി കഴിയുമ്പം NDAക്ക് എതിരായിട്ട് ഫുള്ള് തെറിവിളികൾ നമ്മൾ കേൾക്കാറുണ്ട്. കാരണം അത്രത്തോളം പ്രശ്നങ്ങൾ ഓരോ വർഷവും ഉണ്ടാക്കി വെക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് കേൾക്കാറുണ്ട്. മോക്ക് ടെസ്റ്റ് എന്തായാലും ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ. അതായത് ഇന്നും എടുത്ത് നോക്കുക, നാളെ ഒന്ന് എടുത്ത് നോക്കുക, മറ്റന്നാൾ പിന്നെ നമുക്ക് ഫൈനൽ എക്സാം എഴുതാം. ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ശീലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ശീലം ഒഴിവാക്കണേ. ഉച്ചയ്ക്ക് ഉറങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉറക്കം വരും, ഉറങ്ങാൻ നിൽക്കരുത്. കുറേ വലിയ ആളുകൾ നന്നായിട്ട് പഠിച്ച കുട്ടികൾക്ക് ചില വാശികൾ കാണാറുണ്ട് എക്സാമിനേഷൻ ഹാളിൽ നിന്ന്. ചില ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് അത് അവർക്കെന്നെ തോന്നുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്. 2 മിനിറ്റ് എടുത്തു, 5 മിനിറ്റ് എടുത്തു, 10 മിനിറ്റ് എടുത്തു. എന്നിട്ട് അത് വിടാതെ ഇത് ഞാൻ നന്നായിട്ട് പഠിച്ചാണ്, ഇത് ഞാൻ എഴുതിയിട്ടേ മുന്നോട്ട് പോയി, ഇതെന്തായാലും ഞാൻ എഴുതും. എന്നിട്ട് ആ വാശിയും കൊണ്ടിട്ട് അത് ചെയ്ത് നോക്കുക. അപ്പോഴേക്ക് സമയം കുറേ പോയിട്ടുണ്ടാവും. മക്കളെ, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നമ്മുടെ നീറ്റ് എക്സാം. അതെ, നാളെ ഒരു സാറ്റർഡേ മാത്രം ബാക്കി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നാളെ ഈ സാറ്റർഡേ മാത്രം ബാക്കി എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കാതെ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ. ഇത്രയും കാലമായിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുകയാണ് ഈ ഒരു എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട്, അല്ലേ? അങ്ങനെയാണെങ്കിൽ നാളെ ഒരു ദിവസം കഴിഞ്ഞ് മറ്റന്നാൾ 2 മണി മുതൽ 5 മണി വരെ എക്സാമിനേഷൻ ഹാളിൽ നിന്ന് നിങ്ങളുടെ മാക്സിമം പെർഫോമൻസ് നിങ്ങൾ കാഴ്ചവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്താൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും നല്ല ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലേക്ക്. അതായത് നിങ്ങൾ ഇത്രയും കാലം സ്വപ്നം കണ്ട കോളേജുകളിലേക്കുള്ള ദൂരം വളരെ കുറഞ്ഞു എന്നർത്ഥം. ഇനി നാളത്തെ ഒരു ദിവസം മാത്രം ബാക്കി. നാളെ കൂടെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ടെൻഷൻ അടിച്ചോ. കുറേ ടെൻഷൻ തീരെ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറുതായിട്ടൊരു ടെൻഷനൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ്, പക്ഷേ അത് കൂടിപ്പോയാലും പ്രശ്നമാണ്. എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ളത്, നാളെ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്ക് നമ്മുടെ പോർഷൻസൊക്കെ പഠിച്ചിട്ട് തീർത്ത് വെക്കണം. വീണ്ടും പെൻഡിങ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ 3-ാം തീയതിക്ക് നമ്മൾ മാറ്റി വെച്ചാൽ, 3-ാം തീയതി എന്ന് പറഞ്ഞാൽ സൺഡേ, നമ്മുടെ സൺഡേയിലേക്ക് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പ്രശ്നമാവും. കാരണം ഈ ഒരു കാര്യം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഇതും ആലോചിച്ചിട്ട് നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. തലേന്ന് കിടന്ന ഉറക്കം കിട്ടൂല. കാരണം എന്താ അറിയോ, 2-ാം തീയതി ശനിയാഴ്ച നാളെ നിങ്ങൾ കിടക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ എന്താ ചിന്ത? രാവിലെ എഴുന്നേൽക്കണം, രാവിലെ എഴുന്നേറ്റ് അത് നോക്കാനുണ്ട്, ഇത് നോക്കാനുണ്ട്. ഈ ഒരു ചിന്താഗതിയിൽ കിടന്നാൽ നമുക്ക് ഉറക്കവും കിട്ടൂല. അല്ലെങ്കിൽ തന്നെ ഇത്രയും വലിയൊരു എക്സാമിന് വേണ്ടിയിട്ട് ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ട് ആ ഒരു എക്സാമാണ് മറ്റന്നാൾ. ഈ എക്സാമിൽ നന്നായിട്ട് പെർഫോം ചെയ്യണമെന്നാണെങ്കിൽ നമുക്ക് നല്ല ഉറക്കം കിട്ടണം. നിർബന്ധമായിട്ടും നമുക്ക് നല്ല ഉറക്കം വേണം. ആ ഉറക്കം കിട്ടാതെ പോയി കഴിഞ്ഞാൽ നമ്മളെ എക്സാമിൽ മൊത്തത്തിൽ പിന്നോട്ട് പോകും. അപ്പോൾ മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഉള്ളിൽ ഈ ഉറക്കം ഇല്ലാണ്ടാക്കുന്നത് എന്താണെന്നറിയോ? നമ്മുടെ ഈ ഒരു ചിന്തകളാണ്. എന്ത് ചിന്ത? അതായത് വീണ്ടും പിറ്റേ ദിവസം അത് നോക്കാനുണ്ട്, ഇത് നോക്കാനുണ്ട്, അത് പെൻഡിങ് ആണ്, ഇത് പെൻഡിങ് ആണ്. ഈ ഒരു ചിന്തയാണ് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ചിന്തയൊന്നും വേണ്ട. എന്താണെങ്കിലും നാളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുക. ഇത്രയും കാലങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അവസാന സമയം ഹറിബറിയായിട്ട് അത് നോക്കണം, ഇത് നോക്കണം, ഇത് നോക്കിയിട്ടില്ല, ഇതൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ ഇത്രയും കാലം പഠിച്ചത് മാത്രമേ ചോദിക്കൂ. ഇത്രയും കാലം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് മാത്രമേ എക്സാമിന് വരൂ. ഇനി ഈ അവസാനത്തെ സമയത്ത് ഹറിബറി പഠിത്തം കൊണ്ട് നമുക്ക് ടെൻഷൻ കൂടുക എന്നല്ലാതെ നമുക്കൊന്നും പുതിയതായിട്ട് കിട്ടൂല. അപ്പം അതുകൊണ്ട് നിങ്ങൾ നാളെ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്ക് നമ്മുടെ പോർഷൻസൊക്കെ തീർത്ത് വെക്കുക. അവസാനമായിട്ട് നാളെ ഒരു 2 മണി മുതൽ 5 മണി വരെ ചുമ്മാ ഒരു എക്സാമും കൂടെ എഴുതി നോക്ക്. പിന്നെ നമ്മുടെ ഫോർമുല ബുക്സും കാര്യങ്ങളൊക്കെ ഒന്ന് മറിച്ചിട്ട് നോക്ക്. ഇക്വേഷൻ ബുക്സൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് മറിച്ചിട്ട് നോക്ക്. പിന്നെ NCERTയിൽ ചുമ്മാ ഒന്നുമില്ലായി NCERT പേജസ് ഒക്കെ ഒന്ന് മറിച്ചിട്ട് നോക്കി. ഇതൊക്കെ മതി. പിന്നെ നമുക്ക് സൺഡേക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങളില്ലേ, എക്സാമിനേഷൻ ഹാളിലേക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങളെ, അതെല്ലാം കറക്റ്റായിട്ട് എടുത്തു വെക്കുക. നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ അതുപോലെ നമ്മുടെ അഡ്മിറ്റ് കാർഡ്, പിന്നെ നമ്മുടെ എന്താണോ ആധാറോ, അതുപോലെ തന്നെ നമ്മുടെ ID കാർഡായിട്ട് നമ്മൾ എന്താണോ കൊണ്ടുപോകുന്നത് ഇതെല്ലാം കറക്റ്റായിട്ട് എടുത്തു വെക്കുക. ദെൻ സൺഡേ നിങ്ങൾ ഇടാൻ പോകുന്ന ഡ്രസ്സ് കാര്യങ്ങൾ അതൊക്കെ നേരത്തെ എടുത്തു വെക്കുക. ഓക്കെ, അതിനായിട്ടൊക്കെ ഒരുങ്ങുക. മനസ്സിനെ കൂളാക്കുക. ടെൻഷനൊക്കെ ഫ്രീ ആയിക്കൊണ്ട് എക്സാം എഴുതാൻ വേണ്ടി പോവുക. അങ്ങനെയാണെങ്കിൽ എക്സാമിനേഷൻ ഹാളിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടാവും. വരാൻ പോകുന്ന റിസൾട്ട് വരുമ്പോൾ ഏറ്റവും നല്ല റിസൾട്ടുമായിട്ട് ഏറ്റവും നല്ല മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ പേരും ഉണ്ടാവും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ കൂളായിട്ടിരിക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. എക്സാമിന് സാറ്റർഡേ തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തീർത്ത് വെക്കുക. ദെൻ സൺഡേ രാത്രി കിടക്കുമ്പോൾ വീണ്ടും അത് നോക്കണം, ഇത് നോക്കണം എന്നുള്ള ചിന്തയോടുകൂടെ നിങ്ങൾ ഉറങ്ങാതിരിക്കുക. പിന്നെ നല്ല ഭക്ഷണം കഴിക്കുക കേട്ടോ. കുറേ ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കാതെ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക.
ആവശ്യമുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ ലൈറ്റായിട്ടുള്ള ഫുഡ്, കൂടുതലൊന്നും കഴിക്കേണ്ട. എക്സാമിന് പോകുമ്പോഴാണെങ്കിലും കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും കൂടെ കയ്യിൽ കരുതുക. അത് കുടിച്ചിട്ട് എക്സാമിനേഷൻ ഹോളിലേക്ക് കയറുക. പിന്നെ നിങ്ങൾ കാണുന്നുണ്ട് നല്ല സൂര്യൻ്റെ പ്രശ്നങ്ങൾ, അതായത് സൂര്യാഘാതം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെയിലുള്ള സ്ഥലത്തൊന്നും പോകാതിരിക്കുക. പിന്നെ പല സ്ഥലത്തും പാമ്പ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട്, പാമ്പ് കടിയിട്ട് അങ്ങനെ മരിച്ചു ഇങ്ങനെ മരിച്ചു. നമ്മളോട് പറയാനുള്ളത്, നിങ്ങളുടെ വീട് അതുപോലെ ഉള്ളിലേക്കുള്ള ഏരിയയിലാണെങ്കിൽ ശ്രദ്ധിക്കുക. രാവിലെ യാത്ര ചെയ്ത് പോകുമ്പോഴും കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ പാമ്പോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നും ഉള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മൾ എത്ര കണ്ട് ശ്രദ്ധിക്കുന്നോ അത്ര കണ്ട് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം, എക്സാമിനേഷൻ ഹോളിൽ ഇൻവിജിലേറ്റേഴ്സിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ എല്ലാ വർഷവും കേൾക്കാറുണ്ട്. എല്ലാ വർഷവും NDAയുടെ ഈ എക്സാം നടത്തി കഴിയുമ്പം NDAക്ക് എതിരായിട്ട് ഫുള്ള് തെറിവിളികൾ നമ്മൾ കേൾക്കാറുണ്ട്. കാരണം അത്രത്തോളം പ്രശ്നങ്ങൾ ഓരോ വർഷവും ഉണ്ടാക്കി വെക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് കേൾക്കാറുള്ളത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ തെറി വിളിക്കാനൊന്നും നമ്മൾ നിൽക്കണ്ട. അതിനു മുന്നേ നമ്മൾ കറക്റ്റായിട്ട് ഒരുങ്ങുക. നമ്മൾ കറക്റ്റായിട്ട് ഒരുങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എക്സാമിനേഷൻ ഹോളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, എക്സാമിനേഷൻ ഹോളിൽ ചിലപ്പോൾ ഇൻവിജിലേറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടാവും. അവിടെയുള്ള കുറേ പ്രശ്നങ്ങൾ, ചിലപ്പോൾ നല്ല ചൂടുണ്ടാവും, ഫാന് വർക്കാവും ഉണ്ടാവില്ല, ചിലപ്പോൾ ക്ലോക്ക് ഉണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആദ്യം തന്നെ പറയാം, നല്ല രീതിയിൽ സൗമ്യമായിട്ട് അവരോട് സംസാരിക്കും. സാറേ ക്ലോക്ക് പ്രോപ്പറായിട്ട് കാണുന്നില്ല, ഞാൻ ഇരിക്കുന്ന ടേബിളിൽ ഇത് ടേബിൾ ഓക്കെ അല്ല സാർ, ഇതിൽ ചെറിയ ഇതുണ്ട്, ഞാൻ കുറച്ചും കൂടി നീങ്ങിയിരുന്നോട്ടെ. എന്തൊക്കെയാണെങ്കിലും നമുക്ക് പറയാനുള്ള സാധനങ്ങൾ ആദ്യമേ പറയാം. ചിലപ്പോൾ ബെഞ്ചൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന്, അങ്ങനെയാണ് ആ ബെഞ്ചിൽ പോയി ഇരിക്കേണ്ട. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ട അറേഞ്ച്മെൻറ്റ് അവർ ചെയ്തു തരും. പിന്നെ നേരത്തെ എക്സാമിനേഷൻ ഹോളിലേക്ക് എത്തണം. വീണ്ടും പറയാം, എക്സാം തുടങ്ങുന്നത് 2 മണിക്കാണെങ്കിലും നിങ്ങളൊരു 12:45 1 മണിയാകുമ്പോൾ നിങ്ങൾ എക്സാമിനേഷൻ ഹോളിലേക്ക് കയറുക. കയറി കഴിഞ്ഞാൽ തന്നെ മക്കൾക്ക് 1:45 പേപ്പർ കിട്ടണം. 1:45 നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കിട്ടുന്നു. 1:50 ആകുമ്പോൾ നിങ്ങളത് പൊട്ടിച്ചിട്ട് OMR എടുത്ത് OMR ബബിൾ ചെയ്യുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ 2 മണിയാകുമ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു. 5 മണിയാകുമ്പോൾ മക്കൾ എക്സാം സ്റ്റോപ്പ് ചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ എന്താ പറയുക, എന്തെങ്കിലും രീതിയിൽ ഇൻവിജിലേറ്റേഴ്സ് ആ കാര്യങ്ങൾ എന്തെങ്കിലും പ്രോപ്പർ അല്ല എന്നാണെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. ആ കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കുക, നിങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ ഉറപ്പായിട്ടും ആ കാര്യങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മക്കൾ ഉറപ്പായിട്ടും അത് ചോദിച്ച് വാങ്ങിക്കണം. ഓക്കെ, പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തലേ ദിവസം ഉറങ്ങുന്ന കാര്യം നമ്മൾ സാധാരണ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. തലേ ദിവസം നന്നായിട്ട് ഉറങ്ങണം. 8 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങിയാൽ മാത്രമേ എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റൂ. പിന്നെ മോക്ക് ടെസ്റ്റ് എന്തായാലും ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ. അതായത് ഇന്നും എടുത്ത് നോക്കുക, നാളെ ഒന്ന് എടുത്ത് നോക്കുക, മറ്റന്നാൾ പിന്നെ നമുക്ക് ഫൈനൽ എക്സാം എഴുതാം. ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ശീലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ശീലം ഒഴിവാക്കണേ. ഉച്ചയ്ക്ക് ഉറങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉറക്കം വരും, ഉറങ്ങാൻ നിൽക്കരുത്. പിന്നെ പുറത്ത് എക്സാമിനേഷൻ ഹോളിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തുനിന്ന് ചിലപ്പോൾ നമ്മളെ പഴയ ഫ്രണ്ടിനെ ഞാൻ കണ്ടു. അപ്പോൾ അവൾ ഓടി വന്ന് ചോദിക്കുക, എടീ അത് പഠിച്ചിട്ടുണ്ട് ഇത് പഠിച്ചിട്ടുണ്ടോ. വെറുതെ ആ ഡിസ്കഷൻ ഒന്നും പോകാണ്ടിരിക്കുക. നമ്മൾ പഠിച്ചത് നമുക്കറിയാം. ആ കാര്യങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ പെർഫോം ചെയ്യുക. അല്ലാതെ ആരോടും പഠിച്ച കാര്യങ്ങളൊന്നും തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകണ്ട. ഇത്തരം മിസ്റ്റേക്സ് മതി നമ്മളെ നീറ്റിൽ നിന്ന് പിന്നിലേക്ക് തള്ളാൻ. അപ്പം അതുകൊണ്ട് അത് പഠിച്ചോ ഇത് പഠിച്ചോ എന്നുള്ള ചോദ്യത്തിന് പിന്നാലെ ഒന്നും മക്കൾ പോകണ്ട. അവർ പറയുന്നതൊന്നിട്ട് കേൾക്കാനും നിൽക്കണ്ട. ഓക്കെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അങ്ങനെയുള്ള അൺവാണ്ടഡ് ഡിസ്കഷൻസ് കംപ്ലീറ്റ് ഒഴിവാക്കുക. ഓക്കെ, നിങ്ങൾ പഠിച്ച എത്രയാണ് നിങ്ങൾക്കറിയാം, അതേ ചോദിക്കൂ, അത് മനസ്സിൽ ഉറപ്പിക്കുക. ഇനിയിപ്പോൾ എക്സാമിനേഷൻ ഹോളിൻ്റെ പുറത്ത് വീണ്ടും എന്ന് പറഞ്ഞ് വായിച്ചുകൊണ്ടിരിക്കേണ്ട. നിങ്ങൾ ഇത്രയും കാലം പഠിച്ചാൽ മതി, അതൊക്കെ തന്നെ ചോദിക്കൂ. ഓക്കെ, ഇനി മക്കൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ പല കുട്ടികളും എക്സാമിനേഷൻ ഹോളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലരും എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ടിക്ക് ചെയ്ത് പോകും. OMRനെ കൊണ്ട് ചില ആൾക്കാർ ഓരോ കുത്ത് ഇട്ട് വെക്കാൻ. ഒന്ന് C, അങ്ങനെയാണ് സിയിലൊരു കുത്ത്, അടുത്തത് ബിയിലൊരു കുത്ത്, അവസാനം ബബിൾ ചെയ്യുക എന്നുള്ള പ്രതീക്ഷയാണ്. അങ്ങനെയുള്ള അവസാനത്തെ ബബിളിങ്ങിനൊന്നും നിൽക്കണ്ട. നിങ്ങൾക്ക് ഉറപ്പുള്ള ആൻസർ ആണെങ്കിൽ ഒന്ന് വായിച്ചു, അതിൻ്റെ ആൻസർ അപ്പം തന്നെ ബബിൾ ചെയ്യുക. അവസാനത്തേക്ക് വെച്ചിട്ട് അവസാനം എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവുകയെ. എക്സാം അങ്ങനെ ടഫാണെങ്കിൽ നമ്മൾ ഈ പേപ്പർ ഇങ്ങനെ ഓടിച്ചു പോകും. അവസാന സമയത്ത് നമുക്ക് തിരിച്ച് ഇത് ബബിൾ ചെയ്യാനുള്ള സമയം പോലും കിട്ടാണ്ടാവും. അപ്പം അതുകൊണ്ട് ഓരോന്നും ഉറപ്പുള്ള സാധനങ്ങൾ അപ്പം തന്നെ ബബിൾ ചെയ്ത് പോവാം. ഓക്കെയാണ്. ഇനി കുറേ വലിയ ആളുകൾ നന്നായിട്ട് പഠിച്ച കുട്ടികൾക്ക് ചില വാശികൾ കാണാറുണ്ട്. എക്സാമിനേഷൻ ഹോളിൽ നിന്ന് ചില ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് അത് അവർക്ക് തന്നെ തോന്നുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്. 2 മിനിറ്റ് എടുത്തു, 5 മിനിറ്റ് എടുത്തു, 10 മിനിറ്റ് എടുത്തു. എന്നിട്ട് അത് വിടാതെ ഇത് ഞാൻ നന്നായിട്ട് പഠിച്ചാണ്, ഇത് ഞാൻ എഴുതിയിട്ടേ മുന്നോട്ട് പോയി, ഇതെന്തായാലും ഞാൻ എഴുതും. എന്നിട്ട് ആ വാശിയും കൊണ്ടിട്ട് അത് ചെയ്ത് നോക്കുക. അപ്പോഴേക്ക് സമയം കുറേ പോയിട്ടുണ്ടാവും. നമുക്ക് എല്ലാ ക്വസ്റ്റിനും 1 മിനിറ്റല്ലേ കിട്ടുന്നത്. ആ 1 മിനിറ്റിന് മുകളിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സമയമില്ല. ഏത് എക്സാമിനേഷൻ ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ചില എക്സാമിനേഴ്സ്
ചില ക്വസ്റ്റ്യൻസെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ഒളിപ്പിച്ച് വെക്കും. നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അവിടെ ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ട് 5 മിനിറ്റും 10 മിനിറ്റും എടുക്കുക എന്ന് പറയുന്ന ബാക്കിയുള്ള ക്വസ്റ്റ്യൻ വായിക്കാൻ പോലും നമ്മൾ കാണാതെ പോകേണ്ടി വരും. ഈ ക്വസ്റ്റിന് കൂടുതൽ മാർക്കൊന്നുമില്ലല്ലോ, എല്ലാത്തിനും ഒരേ മാർക്കല്ലേ, എല്ലാത്തിനും 4 മാർക്ക് തന്നെ കിട്ടുന്നത്. എല്ലാം തെറ്റിക്കഴിഞ്ഞാൽ -1 തന്നെ പോകുന്നത്. അങ്ങനെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിർബന്ധമായിട്ടും നിങ്ങൾ ഒരു സാധനം കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വിട്ടുകളഞ്ഞ് അടുത്തേക്ക് പോവാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അല്ലാതെ വേറെ ഒരു സാധനത്തിനോ സമയമില്ല. നിങ്ങളൊരു സാധനം കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വിടുക, അടുത്തേക്ക് പോവാം, പിന്നെ തിരിച്ചു വരാം. എല്ലാ കുട്ടികളും ഇപ്പം ഫൈനൽ എക്സാം ക്രാക്ക് ചെയ്ത് നീറ്റിൽ ഏറ്റവും നല്ല സ്കോർ വാങ്ങിച്ച എല്ലാ കുട്ടികളും പറയുന്ന ഒരു കാര്യം എന്താ അറിയോ, ആ സമയത്ത് അത് വിടാനുള്ള ആ ഒരു ടെൻഡൻസി ഞാൻ കാണിച്ചുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഈ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പറ്റുന്നത്. അവസാന സമയത്ത് ഞാൻ വീണ്ടും ഒന്നും കൂടെ ചെയ്ത് നോക്കാൻ പറ്റുമോ നോക്കിയിട്ട് വന്നപ്പോൾ സിമ്പിളായിരുന്നു, അത് വേഗം കിട്ടിയെന്ന്. എന്തുകൊണ്ടാണ് അറിയോ, ആ സമയത്ത് ചിലപ്പോൾ പറ്റുന്നില്ല എന്നാണ്, അത് വിടാനുള്ളൊരു മനസ്സും കൂടെ കാണിക്കണം. അല്ല അതിൽ കുത്തിയിരുന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരും, സമയം കിട്ടാതെ വരും. അപ്പോൾ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. OMR ബബിൾ ചെയ്യുന്ന കാര്യം പറഞ്ഞു, ചില ക്വസ്റ്റ്യനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇനി അടുത്തൊരു കാര്യം പറയട്ടെ, തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവും നല്ല അടിപൊളിയായിട്ട് എല്ലാം ബബിൾ അങ്ങനെ കൂളായിട്ടിരിക്കണ്ട, ഹായ് എന്ന് പറഞ്ഞിട്ട് ഇരുന്നുകൊണ്ട് ഇങ്ങനെ ബബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങളൊരിക്കും അമ്മ ഓളെല്ലാം എഴുതുന്നുണ്ടല്ലോ, ഒക്കെ എല്ലാം അറിയാലോ, അടിപൊളി തന്നെ, എനിക്കിതൊന്നും പറ്റുന്നില്ല, എനിക്ക് ഈ എക്സാം ടഫായിട്ടാണ് തോന്നുന്നത്, പക്ഷെ ഒക്കെ എല്ലാം ഈസി ആയിട്ട് തോന്നുന്നുണ്ട്, അപ്പോൾ എനിക്കെന്തായാലും കിട്ടൂലല്ലേ. ദയവ് ചെയ്തിട്ട് അടുത്ത ആളുടെ OMR ഒന്നും നോക്കാൻ പോകണ്ട. നിങ്ങൾ എന്തിനാണ് നോക്കാൻ പോകുന്നത്? നിങ്ങൾ നിങ്ങളുടെ OMR നോക്ക്. നിങ്ങൾ പഠിച്ചതേ ചോദിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് അറിയുന്നേ ചോദിക്കുള്ളൂ. നിങ്ങൾക്ക് ടഫാണ്, എല്ലാവർക്കും ടഫാണ്. ആ കുട്ടി ചിലപ്പോൾ എന്താണ് എൻട്രൻസ് എന്ന് പോലും അറിയാതെ വന്നിട്ട് ചിലപ്പോൾ 1 തന്നെ 2 ബബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മളിതൊന്നും കാണുന്നില്ല. നമ്മളീ ബബിൾ കാണുമ്പോൾ എല്ലാം എഴുതിയിട്ടുണ്ട്, എക്സാം ഇത്ര അങ്ങോട്ടേക്ക് നോക്കാനേ പാടില്ല. ഒരു രീതിയിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നോക്കാനേ പാടില്ല. ഇൻവിജിലേറ്റേഴ്സോ ഇതിൻ്റെ പുറത്തുള്ള അറ്റ്മോസ്ഫിയറോ ഇതൊന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല. ഇതൊന്നുമല്ല നമ്മൾ എഴുതാൻ പോകുന്ന എക്സാം. നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട എക്സാമിൽ ഈ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ടെൻഷൻ അതിലായി, നമ്മുടെ മൈൻഡ് ഫുള്ളായിട്ട് നമുക്ക് എക്സാമിൽ കൊടുക്കാൻ പറ്റില്ല. നമ്മളിത് മൊത്തം ചിന്തിച്ചുകൊണ്ടിരിക്കും, അയ്യോ അതെന്താ ഇതെന്താ, നമ്മുടെ അടുത്ത കുട്ടിക്ക് അയ്യോ. ഇതൊന്നും നോക്കാനല്ല നമ്മൾ എക്സാമിനേഷനിൽ പോകുന്നത്. നമുക്ക് 3 മണിക്കൂറേ ഉള്ളൂ. ഈ 3 മണിക്കൂറിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ആരാണോ കാര്യങ്ങൾ ചെയ്യുന്നത് അവർ മാത്രമേ MBBS അഡ്മിഷൻ കിട്ടൂ. അതിൽ നമ്മൾ എത്തിപ്പെടണം എന്നാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ചിരുന്നുകൊണ്ട് കാര്യമില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്ത് തന്നെ ബുദ്ധിമുട്ടുണ്ടായാലും ആ ബുദ്ധിമുട്ടിനെ കണ്ടുകൊണ്ട് തന്നെ വേണം നിങ്ങൾ പോകാൻ. ചിലപ്പോൾ ഇൻവിജിലേറ്റേഴ്സ് സംസാരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമുക്ക് ഈ തമ്പ് വെക്കുന്നവരുണ്ടാവും. ഇത്തിരി മനസ്സിലാക്കുന്ന ആൾക്കാരാണ് ചെയ്യൂല കേട്ടോ. പിന്നെ ഫോട്ടോ നോക്കുന്നുണ്ടാവും, സൈൻ ചെയ്യിപ്പിക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കത് വന്നു കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ വേണം നിങ്ങൾ പോകാൻ. എക്സാമിനേഷൻ ഹാളിൽ നിന്ന് 2 മണിക്ക് നിങ്ങൾക്ക് എക്സാം തുടങ്ങാൻ പറ്റണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അല്ലാതെ അവിടെ നിന്ന് ചുമ്മാ ഇറങ്ങി ഇങ്ങ് പോന്നിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും എനിക്ക് മക്കളോട് പറയാനുള്ളത്, നമുക്കെപ്പോഴും ഒരു ഫേവറബിളായിട്ടുള്ള എൻവയോൺമെൻറ്റ് അവിടെ ഉണ്ടാവും ചിന്തിച്ചുകൊണ്ട് പോകരുത്. ഏറ്റവും മോശം എൻവയോൺമെൻറ്റ് ഉണ്ടായാലും നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചാണ്, നമ്മൾ ഈ പഠിച്ച എക്സാമിൽ നമുക്ക് സ്കോർ ചെയ്യണമെന്നാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണം. നമ്മൾ ഏറ്റവും ബെസ്റ്റ് കൊടുത്താൽ മാത്രമേ നമുക്കത് തിരിച്ച് കിട്ടൂ. അപ്പോൾ എന്തായാലും ശരി മക്കളെ, എക്സാമിനേഷൻ ഹാളിൽ നിന്ന് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു രീതിയിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, നന്നായിട്ട് തന്നെ എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നല്ല മക്കളായിട്ട് പോയിട്ട് എക്സാം എഴുതി വാ. വരാൻ പോകുന്ന നീറ്റ് എക്സാമിന്, അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നടക്കാൻ പോകുന്ന എക്സാമിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല എക്സാം, ഇതുവരെ നിങ്ങൾ എഴുതിയേക്കുന്നതിനേക്കാൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റട്ടെ. ലൈഫിൽ തന്നെ ഏറ്റവും നല്ല മക്കളായിട്ട്, ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും നല്ല മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ പറ്റുന്ന കുട്ടികളായിട്ട് മാറട്ടെ. അപ്പം കുഞ്ഞു ഡോക്ടർമാരെ കാണാം നമുക്ക്. ഓക്കെ, താങ്ക് യു.